അത് പറഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവനെ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് തട്ടുകൊടുക്കും. ഇവന് 4 സ്ഥാനമുണ്ട്. ഒന്ന് മണ്ഡലം തച്ചുകൊടുത്താലേ നമ്മൾ 3-ാം സ്ഥാനത്ത് പോവുള്ളെന്ന്. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ 3-ാം സ്ഥാനത്ത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി താഴെ. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000-50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചകുത്തി. തീർച്ചയായിട്ടും അത് സംഭവിക്കും. മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് അത് കഴിഞ്ഞാൽ നശിക്കും. അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നു, വേറും ബോഗസ് ആയിരുന്നു. അത് അവിടെ നിന്നല്ല, ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ 10% സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീലെ വെറുതെ വീരവാദം പഴഞ്ഞ് നമ്മളൊക്കെ നടക്കാവുന്ന കുഴിച്ചും ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും പറഞ്ഞ് ഓരോ താല്പര്യവും പറഞ്ഞ് കൂടെ ഇതിനെ കുഴിച്ചു മൂടുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടാവും. NTV UAE to the world.